പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് വളരെ പ്രധാനപ്പെട്ട സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് മെക്കാനിസം ആയിരുന്നു. നമ്മൾ ഇനി ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ടോപ്പിക് കൂടിയും പറഞ്ഞിട്ട് ആ ഒരു വലിയ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ട്രാൻസ്പിരേഷന്റെ സിഗ്നിഫിക്കൻസ്. വാട്ട് ഈസ് ആക്ച്വലി ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്പിരേഷൻ? ട്രാൻസ്പിരേഷന് വളരെ പ്രധാനപ്പെട്ട ചില ധർമ്മങ്ങളുണ്ട്, വളരെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ട്രാൻസ്പിരേഷൻ ചെടികളിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്പിരേഷന്റെ റോളുകൾ? ഒന്ന്, ട്രാൻസ്പിരേഷൻ ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓഫ് എക്സസ് വാട്ടർ. അമിതമായിട്ടുണ്ടാവുന്ന ട്രാൻസ്പിരേഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ചെടികളിൽ അമിതമായിട്ടുണ്ടാവുന്ന ജലത്തെ കളയാൻ ട്രാൻസ്പിരേഷൻ സഹായിക്കുന്നു. മറ്റൊന്ന്, ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെറ്റബോളിസം. മെറ്റബോളിസത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ആളാണ് ഈ പറയുന്ന ട്രാൻസ്പിരേഷൻ. മറ്റൊന്ന് നമ്മൾ പറയാറുണ്ട്, ഇറ്റ് ഈസ് ആൻ നെസസറി ഇവൽ. വളരെ പ്രധാനമായിട്ടും നടക്കേണ്ട, നിർബന്ധമായിട്ടും നടക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് യഥാർത്ഥത്തിൽ ട്രാൻസ്പിരേഷൻ. ഇറ്റ് ഹാസ് എ റോൾ ഇൻ ദ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് മിനറൽ സാൾട്ട്സ്. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. എന്തൊക്കെയാണത്? അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് മിനറൽ സാൾട്ട്സ്. വെള്ളം ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ മിനറൽ സാൾട്ട്സും അതേപോലെ തന്നെ വെള്ളവും ഉള്ളിലോട്ട് പോകുന്നു. അപ്പൊ വളരെ പ്രധാനമായിട്ടും ജലം അബ്സോർബ് ചെയ്യുന്ന സമയത്ത് മിനറൽസ് കൂടി പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം. ആ ധർമ്മം നിർവഹിക്കുന്നത് ട്രാൻസ്പിരേഷൻ ആണ്. റോൾ ഓഫ് റെഗുലേഷൻ ഓഫ് ടെമ്പറേച്ചർ. ചെടികളിൽ എപ്പോഴും ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ട്രാൻസ്പിരേഷൻ ആണ്. റോൾ ഓഫ് മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് എൻറ്റയർ മെറ്റബോളിക് പ്രോസസ്. വളരെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദ ബാലൻസ് ഓഫ് എൻറ്റയർ മെറ്റബോളിക് പ്രോസസ്. മൊത്തം മെറ്റബോളിക് പ്രോസസ്സിനെ ബാലൻസ് ചെയ്യുന്നത് ഈ പറയുന്ന ട്രാൻസ്പിരേഷൻ ആണ്. ഇൻവോൾവ് ഇൻ ദ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്. പലപ്പോഴും നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളതാണ്. അപ്പൊ എപ്പോഴും ട്രാൻസ്പിരേഷന്റെ പ്രവർത്തനം കൊണ്ട് ഏറ്റവും നന്നായിട്ട് എപ്പോഴും സജീവമാവുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആവുന്ന ഒന്നാണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് ആസ് വെൽ ആസ് ദ ഇംപ്രൂവ്മെന്റ് ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്. അപ്പൊ എപ്പോഴും ഈ പറയുന്ന ട്രാൻസ്പിരേഷൻ ഫ്രൂട്ടിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ട്രാൻസ്പിരേഷൻ ഹെൽപ്പ് ഇൻ ഹാർഡനിങ് പ്രോസസ്. Transpiration help in the removal of the entire water. അപ്പം വളരെ പ്രധാനമായിട്ടും ഹാർഡനിങ് പ്രോസസ്സിനെ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒന്നാണ് ട്രാൻസ്പിരേഷൻ. സോ ദിസ് ഇസ് ആക്ച്വലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിത്ത് റിഗാർഡ് ടു ദി ട്രാൻസ്പിരേഷൻ ഓഫ് plants, or it has an important role in the entire metabolic process. So this is actually the significance of transpiration. ഇത് നമ്മൾ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രോസസ്സാണ് ചെടികളിൽ നടക്കുന്ന ഗട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് ഗട്ടേഷൻ. ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ചില സമയത്ത് പാടത്തൂടെ പോകുമ്പോൾ വരമ്പിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ചെടികളിൽ തുള്ളി വെള്ളങ്ങൾ ഇങ്ങനെ കാണാം. ആ വെള്ളം നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും. അപ്പൊ യഥാർത്ഥത്തിൽ അത് ചെടികളുടെ ഒരു ബ്ലെസ്സിങ് പ്രോസസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഗട്ടേഷൻ. എന്താണ് ഗട്ടേഷൻ? ഗട്ടേഷൻ ഈസ് ദ അപ്പിയറൻസ് ഓഫ് drops of xylem sap on the tip or edges of leaf of some vascular plants. ചില വാസ്കുലർ പ്ലാന്റ്സിന്റെ ഇലയുടെ അറ്റത്ത് കുറച്ച് വെള്ളത്തിന്റെ ഡ്രോപ്പുകൾ കാണാം. ആ വെള്ളത്തിന്റെ ഡ്രോപ്പ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ഗട്ടേഷൻ എന്ന് പറയാം. സച്ച് ആസ് ഗ്രാസസ്. ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് ഗ്രാസിലാണ്. ഗട്ടേഷൻ ഈസ് നോട്ട് ടു ബി ദ കൺഫ്യൂസ്ഡ് വിത്ത് ഡ്യൂ. ഇതൊരിക്കലും ഡ്യൂ എന്ന് പറയുന്ന പ്രോസസ് അല്ല. വിച്ച് condenses from the atmosphere onto the plant surface, secretion of water onto the surface of leaf through specialized pores or ഹൈഡത്തോഡ്. അപ്പൊ ഹൈഡത്തോഡ് വഴി വളരെ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗട്ടേഷൻ എന്നത്. സോ ഗട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്സ്. ഈ ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹൈഡത്തോഡ്. എന്താണ് ഹൈഡത്തോഡ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് യഥാർത്ഥത്തിൽ ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്. Guttation on grass, photographed soon after sunrise. ഇപ്പോൾ നമുക്കറിയാം രാവിലെ തന്നെ പ്രഭാതത്തിന് ശേഷം നമ്മൾ പാടത്തെ വരമ്പിലൂടെ പോകുന്ന സമയത്ത് നെല്ലിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെയുള്ള വെള്ളത്തിന്റെ ഡ്രോപ്പോട് കൂടി ഇലകൾ നിൽക്കുന്നത് കാണാം. ഇതാണ് യഥാർത്ഥത്തിൽ ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇത് എന്താണ് ആ പ്രോസസ് എന്ന് നമുക്ക് നോക്കാം.
ഇതൊക്കെ ഗട്ടേഷൻ ആണ്. ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നതിന്റെ പേരാണ് ഗട്ടേഷൻ. അപ്പോൾ വെള്ളം ഡ്രോപ്പുകളായിട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ഗട്ടേഷൻ. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദ റിലീസ് ഓഫ് വാട്ടർ ഡ്രോപ്സ് ഇൻ ദ ടിപ്പ് ഓഫ് ദ മാർജിൻ ഓഫ് ദ ലീഫ് ഈസ് കോൾഡ് ഗട്ടേഷൻ. അപ്പൊ യഥാർത്ഥത്തിൽ ഗട്ടേഷൻ നടക്കുന്ന സ്ട്രക്ചർ ഇതാണ്. ഹൈഡത്തോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതിലോ പരീക്ഷയ്ക്ക് ഹൈഡത്തോഡ് എന്ന് ചോദിക്കും. എന്താണ് ഹൈഡത്തോഡ്? ഗട്ടേഷൻ എക്സുഡേഷൻ ഓഫ് വാട്ടർ ഫ്രം ഹൈഡത്തോഡ് ഓഫ് ലീഫ് മാർജിൻ ഈസ് കോസ്ഡ് ബൈ റൂട്ട് പ്രഷർ. റൂട്ടിന്റെ പ്രഷറിലാണ് ഈ യഥാർത്ഥത്തിൽ വെള്ളം ഇങ്ങനെ ഇലകളുടെ അറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഓഫൺ മിസ്റ്റേക്കൺ ഫോർ ഡ്യൂ ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് occurs at night when water is not processed as quickly within the plant. ഇതെപ്പോഴും ഡ്യൂ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഇതൊരിക്കലും ഡ്യൂ എന്ന് പറയുന്ന പ്രോസസ് അല്ല. ഇത് യഥാർത്ഥത്തിൽ വെള്ളം ഡ്രോപ്പ് ആയിട്ട് പുറത്തോട്ട് വരുന്ന പ്രോസസ്സാണ്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ദ റിലീസ് ഓഫ് വാട്ടർ ഡ്രോപ്സ് at the margin of the leaves. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില സ്ട്രക്ചേഴ്സ് ആണ്. ലീഫ് വിത്ത് ഗട്ടേഷൻ, ഡ്രോപ്ലെറ്റ്സ് ഫ്രം ഹൈഡത്തോഡ്. ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അതായത് ഒരു ഡ്രോപ്ലെറ്റ് ആയിട്ട് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ കാണാം. ഹൈഡത്തോഡിന്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ഓഫ് ദ ലീഫ് അപ്പെക്സ് ആൻഡ് ഹൈഡത്തോഡ്. ഹൈഡത്തോഡിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ്. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ഉണ്ട്. ദിസ് സ്ട്രക്ചർ ഇസ് കോൾഡ് എപ്പിത്തം. ഇസ് എ തിൻ വാൾഡ് പാരൻഗമാറ്റ സെല്ലാണ്. ഇവിടെ വാട്ടർ ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റി വഴിയാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഹൈഡത്തോഡ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഇവിടെ ട്രക്കീഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വെള്ളം ഇവിടെ എത്തുന്ന പ്രോസസ്സാണ്. ട്രക്കീഡ് വഴിയാണല്ലോ വെള്ളം പുറത്തോട്ട് എത്തുന്നത്. Then you can see along the side of the tracheids you can see the bundle sheath. Then here you can see the spongy parenchyma, and you can also see the stomata or stoma. Then here it is the epidermal region. It is covered by the cuticle, and also in this side also the bundle sheath. So two sides bundle sheath cells are arranged. Then here also the palisade parenchyma are present. So this is the basic structure of the hydatoid. So ഈ ഹൈഡത്തോഡ് വഴിയാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഇനി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗട്ടേഷൻ. എന്താണ് ട്രാൻസ്പിറേഷനും ഗട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക്. ട്രാൻസ്പിറേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ക്യൂട്ടിക്കിൾ, ലെൻഡിസെൽ ആൻഡ് സ്റ്റൊമാറ്റ ആണല്ലോ. നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ട്രാൻസ്പിറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഗട്ടേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഹൈഡത്തോഡ്. It is usually occurs in the day, but guttation is usually occurs in the night. Water loss in the form of water vapor, water loss in the form of droplets. The water lost is pure, but guttation droplets contain organic and inorganic solvent. അപ്പോൾ ഗട്ടേഷനിന്റെ പ്രോസസ് വഴി പുറത്തുവിടുന്ന വെള്ളത്തിൽ ഓർഗാനിക് കോമ്പൗണ്ടും ഇനോർഗാനിക് സോൾവെന്റും ഒക്കെ ഉണ്ടാവും. ഇറ്റ് ഗീവ്സ് എ കൂളിംഗ് എഫക്ട്. ട്രാൻസ്പിറേഷൻ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് നൽകുന്നത്. ബട്ട് ഗട്ടേഷൻ ഇറ്റ് ഡസ് നോട്ട് ഗിവ് കൂളിംഗ് എഫക്ട്. ഒരിക്കലും ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാറില്ല. It is a beneficial to plant as maintain that body temperature by cooling effects. ഇത് വളരെ നല്ലൊരു കൂളിംഗ് ടെമ്പറേച്ചർ കൊടുക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ലെസ് സിഗ്നിഫിക്കന്റ് ടു പ്ലാന്റ് ആൻഡ് സം ടൈം കോസ് ഇഞ്ചുറി ടു പ്ലാന്റ് ബൈ deposition to the salt on the leaf tips after evaporation. Occurs during the dry day, but it is occurs during the humid period. So this is actually the process of the guttation and transpiration. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഡിഫറൻഷിയേറ്റ് ഗട്ടേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ. Now, എന്താണ് യഥാർത്ഥത്തിൽ ഹൈഡത്തോഡ്? നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ഹൈഡത്തോഡ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സ്ട്രക്ചർ. ഹൈഡത്തോഡ് ഈസ് എ ടൈപ്പ് ഓഫ് സെക്രീറ്ററി ടിഷ്യൂ ഇൻ ലീവ്സ്. ലീവ്സിൽ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെക്രീറ്ററി ടിഷ്യൂ ആണ് എന്ത്? ഹൈഡത്തോഡ്. യൂഷ്വലി ഓഫ് ആൻജിയോസ്പേം. ഇത് സാധാരണ ആൻജിയോസ്പേമിലാണ് കാണുന്നത്. ദാറ്റ് സെക്രീറ്റ്സ് വാട്ടർ ത്രൂ പോസ് ഇൻ ദ എപ്പിഡെർമിസ് ഓർ മാർജിൻ ഓഫ് ദ ലീവ്സ്. ടിപ്പിക്കലി അറ്റ് ദ ടിപ്പ് ഓഫ് മാർജിനൽ ടൂത്ത് ഓർ സെറേഷൻ. സാധാരണ മാർജിനൽ ടിപ്പിലോ അല്ലെങ്കിൽ സെറേഷനിലോ ആണ് ഇത് കാണാറ്. ദേ പ്രോബബിലി ഇവോൾവ് ഫ്രം മോഡിഫൈഡ് സ്റ്റൊമാറ്റ. സാധാരണ മോഡിഫൈഡ് സ്റ്റൊമാറ്റയിലാണ് ഇത് കാണുക. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ഗട്ടേഷൻ വേർ വാട്ടർ ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഇൻ ഓർഡർ ടു transport the nutrients in the water from the roots to the leaves. Hydatodes are connected to the plant vascular system by a vascular bundle. Hydatodes എപ്പോഴും വാസ്കുലർ ബണ്ടിലുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് ആ സ്ട്രക്ചർ നമ്മൾ ട്രക്കീഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായത്. ഇതാണ് യഥാർത്ഥത്തിൽ ഹൈഡത്തോഡിന്റെ സ്ട്രക്ചർ. സോ യു ക്യാൻ സീ ദ ഹൈഡത്തോഡ് സ്ട്രക്ചർ. ഹിയർ യു ക്യാൻ സീ ദ സൈലം or tracheids or vascular structure, and here you can see the vein ending, that is tracheid ending. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാണാം. The structure is called epithum. Then air chamber, then hydatoid pore. Through this pore water is released.
ഇത് സാധാരണ കാണിക്കുന്ന ഒരു പ്ലാന്റിന്റെ ലീഫാണ്. ദിസ് ഈസ് കോൾഡ് nostrium leaf showing guttation at the margin of the leaf, a vertical section of leaf showing hydathoid. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ട്രാൻസ്പിറേഷനും ഗട്ടേഷനും പറഞ്ഞു. അതേപോലെ തന്നെ we can see the difference between stomata and hydathoid. Occurs in the stomata, it is occurs in the epidermis of the leaves young stem. Hydathoid നമുക്കറിയാം occurs at the tip of the margin of the leaf that grown in moist shady places. Stomatal aperture is guarded by two kidney-shaped guard cells, but aperture of hydathoid is surrounded by a ring of cuticulized cells. Stomata, the two guard cells are generally surrounded by subsidiary cell. Hydathoid subsidiary cells are absent. Opening and closing of the stomatal aperture is regulated by guard cell, but here hydathoid pores remain always open. These are involved in the transpiration and exchange of gases, but these are involved in the guttation. So you can see the difference between stomata and hydathoid. അതേപോലെ തന്നെ നമ്മൾ രണ്ട് പ്രോസസ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗട്ടേഷൻ. അപ്പൊ രണ്ടും ഡിഫറൻഷിയേഷൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. സോ റിമെമ്പർ വാട്ട് ഈസ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ഇസ് എ സ്ട്രക്ചർ ഫോർ ട്രാൻസ്പിറേഷൻ, hydathoid ഇസ് എ സ്ട്രക്ചർ ഫോർ ഗട്ടേഷൻ. ഇനി ചെറിയ രണ്ട് മൂന്ന് ടോപ്പിക്കുകളും പറയാം. നമുക്ക് ഇതിൽ പറയുന്ന വേറൊരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ആന്റി ട്രാൻസ്പിറന്റ്. ട്രാൻസ്പിറേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ചെടികളിൽ ചില ട്രീറ്റ്മെന്റ് നടത്താറുണ്ട്. അതിനാണ് നമ്മൾ ആന്റി ട്രാൻസ്പിറൻസ് എന്ന് പറയാം. ആന്റി ട്രാൻസ്പിറൻസ് ആർ ദ കോമ്പൗണ്ട് അപ്ലൈഡ് ടു ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ടു റിഡ്യൂസ് ട്രാൻസ്പിറേഷൻ. ഇപ്പൊ ട്രാൻസ്പിറേഷൻ പലപ്പോഴും കൂടിക്കഴിഞ്ഞാൽ വിൽറ്റിംഗ് ഉണ്ടാവും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്പിറേഷന്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഇത് ആന്റി ട്രാൻസ്പിറൻസ്. ദേ ആർ യൂസ്ഡ് ഓൺ ക്രിസ്മസ് ട്രീസ്, ഓൺ കട്ട് ഫ്ലവർ, on newly transplanted shrubs and other applications to preserve and protect plants from drying out quickly. They have also been used to protect leaves from salt burn and fungal disease. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഡിസീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ വെള്ളം അധികമായിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസിന്റെ പേരാണ് ആന്റി ട്രാൻസ്പിറൻസ്. സാധാരണ യൂസ് ചെയ്യുന്ന ആന്റി ട്രാൻസ്പിറന്റ് ടൈപ്പ് ആണിത്. ആന്റി ട്രാൻസ്പിറൻസ് ആർ സ്റ്റൊമാറ്റൽ ക്ലോസിംഗ് ടൈപ്പ് ഉണ്ട്, ഫിലിം ഫോമിംഗ് ടൈപ്പ് ഉണ്ട്, then reflecting type ഉണ്ട്, growth retardant ഉണ്ട്. പല തരത്തിൽ ആന്റി ട്രാൻസ്പിറൻസ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ സ്റ്റൊമാറ്റൽ ക്ലോസിംഗ്. They include stomatal closing or decreasing size in number of stomata, which is subsequently reduce photosynthesis. ഫോട്ടോസിന്തസിന്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പെറന്റ് ആണ്, ആന്റി ട്രാൻസ്പെറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഫീനൈൽ മെർക്കുറിക് അസിറ്റേറ്റ് PMA എന്ന് പറയും. ഈ സ്പ്രേഡ് അറ്റ് വെരി ലോ കോൺസെൻട്രേഷൻ റിസൾട്ട്സ് ഇൻ ദ പാർഷ്യൽ ക്ലോസർ ഓഫ് സ്റ്റൊമാറ്റ ഫോർ 2 weeks. ഇപ്പൊ 2 ആഴ്ചത്തേക്ക് ഏകദേശം സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും, അതോടുകൂടി ഫോട്ടോസിന്തസിന്റെ കട അടയ്ക്കും എന്ന് പറയാറില്ലേ. സോ ഫിനൈൽ മെർക്കുറിക് അസിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആന്റി ട്രാൻസ്പെറന്റ് ആണ്. ദാറ്റ് ആന്റി ട്രാൻസ്പെറന്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് സ്റ്റൊമാറ്റ. Then film forming type, plastic and waxy material which form a thin colorless film over the leaf surface and result in physical barrier. This glossy film then reduce water loss on plants while at the same time allow them to breathe normally. Colorless plastics, silicone oil, low viscosity waxes are some examples of film forming type. അപ്പൊ ഇത്തരത്തിലുള്ള ചില മെറ്റീരിയൽ ആണ് ഫിലിം ഫോമിംഗ് ടൈപ്പ് ആന്റി ട്രാൻസ്പെറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. Then next one, reflecting type. These are the most commonly clay-based increase in the reflection of light from the leaf surface, thus reducing leaf heating and water losses. Then growth retardant. These chemicals reduce shoot growth and increase root growth and thus enable the plant to resist drought. They may also induce stomatal closure. അപ്പോൾ ഇത്രയും ടൈപ്പ് സ്റ്റൊമാറ്റൽ, അതേപോലെ തന്നെ ഫിലിം ഫോമിംഗ്, റിഫ്ലക്റ്റിംഗ് ടൈപ്പ്, ഗ്രോത്ത് റിട്ടാർഡന്റ് ലെവലുള്ള ആൾക്കാരാണ് സാധാരണ ആന്റി ട്രാൻസ്പെറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ആർ ദ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആന്റി ട്രാൻസ്പെറന്റ് വിച്ച് ആർ യൂസ്ഡ് ടു റിഡ്യൂസ് ട്രാൻസ്പിറേഷൻ. സോ 4 ടൈപ്പ് ആന്റി ട്രാൻസ്പെറൻസ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് PMA ആണ്, ദാറ്റ് ഈസ് ഫിനൈൽ മെർക്കുറിക് അസിറ്റേറ്റ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ട്രാൻസ്പിറേഷനെ ബാധിക്കുന്നത്? ഒന്ന്, നമ്പർ ഓഫ് ലീവ്സ്. ലീഫ് കൂടുന്ന സമയത്ത് സ്വാഭാവികം ട്രാൻസ്പിറേഷൻ കൂടും. നമ്പർ ഓഫ് സ്റ്റൊമാറ്റ കൂടിക്കഴിഞ്ഞാലും വി ക്യാൻ സേ ദാറ്റ് ട്രാൻസ്പിറേഷൻ കൂടും. സൈസ് ഓഫ് ദ ലീഫ്, then presence of plant cuticle. ഇതെല്ലാം സാധാരണ വാക്സിൻ ക്യൂട്ടിക്കൽ റിലേറ്റീവ്ലി ഇംപെർമിബിൾ ടു വാട്ടർ ക്യൂട്ടിക്കൽ പലപ്പോഴും ഇതിനെ ഇംബൈബിൾ ആക്കാറുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ബേസിക്കലി the 4 important type of factors which are influencing anti-transpiration. Then potassium chloride, accumulation of potassium chloride causes opening stomata. Then organic acid, then carbon dioxide concentration. These are some of the most important factors which influencing transpiration. Then water is also involving. Abscisic acid is an important hormone which also helping the
and transpiration rate. Then external factors: temperature, transpiration, relative humidity, wind and air movement,